പിന്നെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇപ്പൊ 2025 ഓൺലൈനായി നടന്ന ഒരു എക്സാമാണ് എക്സൈസ് ഓഫീസർ ട്രെയിനി എന്നുള്ളത്. അതില് മാത്സ് പാർട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോണത്. അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഓഫീസിൽ 10 ജീവനക്കാരുണ്ട്. 32 വയസ്സുള്ള ഒരു ജീവനക്കാരെ സ്ഥലം മാറ്റി മറ്റൊരാളെ നിയമിച്ചപ്പോൾ ശരാശരി പ്രായം 2 വർഷം വർദ്ധിപ്പിച്ചു. പുതിയ ജീവനക്കാരുടെ പ്രായം എത്രയാണ്? ഇത് ചെയ്യാനുള്ള എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് ആകെ പ്രായത്തിലുള്ള വ്യത്യാസം എന്താണ് വരുന്നത്? അതായത് ഓരോരുത്തരുടെയും 2 വയസ്സ് വീതം കൂടി എന്നാണ് പറയണത്, അല്ലെ? അങ്ങനെ എത്ര ആൾക്ക് കൂടി? 10 ആൾക്ക് കൂടി. അപ്പൊ ആകെ കൂടിയത് എത്രയാണ്? 10 × 2 20 ആകെ കൂടിയത്, അല്ലെ? അപ്പൊ പുതിയ ആളുടെ പ്രായം ആണ് നമുക്ക് കണക്കാക്കേണ്ടത്. അപ്പൊ എന്താണ്? ആദ്യത്തെ ശരാശരി എത്രയാണ്? 32. അതിനോട് കൂടി ഇപ്പൊ കൂടുമ്പോ എത്ര കൂടും? 20 കൂടും, അല്ലെ? അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുക? 52. ഇതാണ് ആൻസർ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? അതായത് എത്ര ജീവനക്കാരുണ്ടോ അതില് എത്ര വീതം വർദ്ധിച്ചു എന്നുള്ളത് നമ്മൾ കണക്കാക്കുക. അപ്പൊ 10 × 2 20 വർദ്ധിച്ചത്. 32 വയസ്സുള്ള ജീവനക്കാരനെയാണ് സ്ഥലം മാറ്റിയത്. അപ്പൊ ആ 32ന്റെ കൂടെ എത്രയാണ് വർദ്ധിച്ചത് വെച്ചെങ്കിൽ അതും കൂടി കൂട്ടിയാ നമുക്ക് പുതിയ ജീവനക്കാരന്റെ പ്രായം കിട്ടും. ഇനിയിപ്പോ നമുക്ക് ഇവിടെ ശരാശരി പ്രായം കുറഞ്ഞു എന്നാണ് പറയണെച്ചെങ്കിലോ, അപ്പൊ അത് മൈനസ് ആക്കി ഇടണം. അപ്പൊ ഇതിന്റെ കൂടെ 32 - 20 ആവും. അപ്പൊ അങ്ങനെയാവും. അപ്പൊ അത് ആൻസർ ഏതാണോ ക്വസ്റ്റ്യൻ അതിനനുസരിച്ച് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Find the largest power of 2 that divides 1 × 2 × 3 × etc. up to 30. അതായത് 1 × 2 × 3 × etc. 30നെ ഹരിക്കുന്ന 2ന്റെ ഏറ്റവും വലിയ പവർ ആണ് കണ്ടെത്തേണ്ടത്, അല്ലെ? അതിനെ എങ്ങനെയാണ് ചെയ്യാം? അതായത് നമ്മളിപ്പോ എളുപ്പ വഴിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് എന്ത് ചെയ്യണം? ലഗ്രാഞ്ചസ് ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. എന്തുകൊണ്ടാണ്? അതായത് ഇതിനെ നമുക്ക് n ഫാക്ടോറിയൽ, അതായത് 30 ഫാക്ടോറിയൽ എന്ന് എഴുതിക്കൂടെ? അപ്പൊ n ഫാക്ടോറിയൽ എന്നുള്ള ഫോർമുല അല്ലേ? അപ്പൊ അതിനെ ഡിവൈഡ് ചെയ്യണ പ്രൈമിന്റെ പവർ അതല്ലേ ചോദിക്കണേ? അതായത് പ്രൈം ആണ് 2, അതിന്റെ പവർ അതാണ് ചോദിക്കണേ. അപ്പൊ അതിനെ കണ്ടുപിടിക്കാനുള്ള വഴിയാണ് ഈ പി ഓഫ് n ഫാക്ടോറിയൽ ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി n ബൈ p റേസ് ടു k. ഇതാണ് ഫോർമുല. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് നമ്മൾ നോക്കണേന്ന്. ഇവിടെ n എന്താണ്? 30 ആണെന്ന് ഞാൻ പറഞ്ഞു, അല്ലെ? n ഈക്വൽ ടു 30. പ്രൈം നമ്പർ ഏതാണ്? p ഈക്വൽ ടു 2 ആണ്, അല്ലെ? പ്രൈം നമ്പർ 2. ഈ 2ന്റെ പവർ, ഏറ്റവും വലിയ പവർ ഏതാണ് ഡിവൈഡ് ചെയ്യണമെന്നാണ് നമുക്ക് ചോദിക്കണേ. അപ്പൊ നമുക്ക് ഈ 30നെ ഡിവൈഡ് ചെയ്യണ 2 റേസ് ടു 1 എത്ര എണ്ണം ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക. അപ്പൊ എങ്ങനെയാണ്? 30 ബൈ 2 റേസ് ടു 1, അത് എത്രയാണ്? 15, അല്ലെ? ഇനി 30 ഡിവൈഡ് ചെയ്യണ 2 റേസ് ടു 2 കണ്ടുപിടിക്കുക. അപ്പൊ എന്താണ്? 30 ബൈ 2 റേസ് ടു 2 എന്ന് പറഞ്ഞാൽ 4, അല്ലെ? അപ്പൊ നമ്മള് ഹോളായിട്ട് വരണത് മാത്രമേ എടുക്കണുള്ളൂ, റിമൈൻഡർ വരണത് എടുക്കില്ല. 7 4 28, അല്ലെ? ഇനി അടുത്തത് എന്താണ്? 30 ഡിവൈഡ്സ് 2 റേസ് ടു ക്യൂബ്. അപ്പൊ എന്താണ്? 30 ബൈ 8. അപ്പൊ എത്ര വരും? 3 8s are 24, അല്ലെ? 3 8 24. അത് കഴിഞ്ഞാൽ റിമൈൻഡർ നമ്മൾ എടുക്കണില്ല എന്ന് പറഞ്ഞല്ലോ. 30 ഡിവൈഡ്സ് 2 റേസ് ടു 4. അത് എത്ര എണ്ണം ഉണ്ടാവും? 30 ബൈ 2 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 ആണ്, അല്ലെ? 16 ഒരു പ്രാവശ്യം, അല്ലെ? 16 ഒരു പ്രാവശ്യം. ഇനി 30 ഡിവൈഡ്സ് 2 റേസ് ടു 5, അതുണ്ടോ നോക്കൂ. 2 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ 30 ബൈ 32 ആണ്. അപ്പൊ ഇതില് ഒന്നും വരില്ല, അല്ലെ? അപ്പൊ ഇവിടെ നിർത്തുക. അതായത് 0 വരണുണ്ട് വെച്ചെങ്കിൽ
അവിടെ വെച്ച് നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ കിട്ടിയതെല്ലാം ആഡ് ചെയ്യുക. അപ്പൊ ആ പവറിലാണ് നമ്മള് ഏറ്റവും വലിയ പവറായിട്ട് കിട്ടുക. 7 3 10 1 11 11 5 16 10 26. അപ്പൊ 2⁻26 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? ഇത് ലഗ്രാഞ്ചസ് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. അതായത് ഹയസ്റ്റ് പവർ ഓഫ് പ്രൈം n ഫാക്ടോറിയല് ഹയസ്റ്റ് പവർ ഓഫ് പ്രൈമിന്റെ പ്രൈം പി ദാറ്റ് ഡിവൈഡ്സ് n ഫാക്ടോറിയൽ കണ്ടുപിടിക്കുകയാണ് ചെയ്യണത്. അപ്പൊ ഇ പി ഓഫ് n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് സിഗ്മ വരുമ്പോൾ നമ്മൾ ഇത് കൂട്ടുക എന്നുള്ളതാണ് അർത്ഥാക്കണത്. n/p⁻k എന്ന് പറയുന്നത് ഇത് 30/2⁻1 2⁻2 2⁻3 അതിലെല്ലാം ഹോൾ നമ്പർ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അത് തമ്മിൽ ആഡ് ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 40 വിദ്യാർത്ഥികളിൽ 6 പേർ ക്ലാസ്സിലില്ല. ഹാജരായ വിദ്യാർത്ഥികളുടെ ശതമാനം എത്ര? അതായത് 40 വിദ്യാർത്ഥികളിൽ 6 പേരില്ല എന്ന് പറഞ്ഞാൽ ബാക്കി എത്ര പേരുണ്ട്? 34 പേരുണ്ട് അല്ലെ? 34 ഡിവൈഡഡ് ബൈ എത്ര വിദ്യാർത്ഥികളാണ് ആകെയുള്ളത്? 40 ഇൻറ്റു 100. ഇങ്ങനെയല്ലേ ശതമാനം കാണുക? അതായത് എത്ര വിദ്യാർത്ഥികൾ ഹാജരായോ അത് ഡിവൈഡഡ് ബൈ ആകെ വിദ്യാർത്ഥികൾ ഇൻറ്റു 100. അപ്പൊ നമുക്ക് ഇവിടെ 340/4 വരും അല്ലേ? 340/4 എത്ര വരും? 4 32 അല്ലേ? 20 4 20 85. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് 11.01 സ്ക്വയർ മൈനസ് 1.01 സ്ക്വയർ. ഇത് എന്ത് ഫോമാണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോം അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് എന്താണ് ഇത്? 11.01 സ്ക്വയർ മൈനസ് 1.01 സ്ക്വയർ. ഇതിനെ എങ്ങനെ ചെയ്യാ? ഇത് രണ്ടും കൂടി കൂട്ടുക, ഇതിന്റെ വ്യത്യാസം കാണുക, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രയല്ലേ വേണ്ടൂ? അപ്പൊ 11.01 പ്ലസ് 1.01 ഇൻറ്റു പിന്നെ എന്താണ്? 11.01 മൈനസ് 1.01. ഇത് എത്രയാണ്? 10 വരും അല്ലെ? അപ്പൊ ഇവിടെ 10 ഇൻറ്റു 10 ആണ് വരിക. ഇവിടെ എന്ത് വരും? 12.02 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 120.2. ഏതാണ് ആൻസർ നോക്കൂ? ഡി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Rajan wants to cover the floor of a 16 square meter room by square tiles. If each square tile is of side 0.5 meter, then find the number of tiles required to cover the floor. എന്താണ് പറഞ്ഞിരിക്കണേ? 16 ചതുരശ്ര മീറ്റർ ആണ് ഒരു മുറിയുടെ വിസ്തീർണം അല്ലെ? അത് മൂടാൻ വേണ്ടി ചതുര ടൈലുകളാണ് നമുക്ക് വേണ്ടത്. അതിന് ചതുരത്തിന് എത്രയാണ്? ഒരു സൈഡ് 0.5 ആണ്. അപ്പൊ അതിന്റെ വിസ്തീർണം കണ്ടുപിടിച്ചൂടെ? വിസ്തീർണം എത്രയാണ്? 0.5 ഇൻറ്റു 0.5 അല്ലെ? അത് എത്രയാ വരിക? 0.25 എന്നല്ലേ വരിക? അപ്പൊ നമുക്ക് ഈ 16 എത്ര 0.25 ഉണ്ടെന്ന് കിട്ടിയാൽ മതിയില്ലേ? അപ്പോഴല്ലേ ടൈലുകളുടെ എണ്ണം കിട്ടുക. അപ്പൊ ഈ 16 ഡിവൈഡഡ് ബൈ 0.25 കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കാണുക? 0.25 എന്ന് പറഞ്ഞാൽ എന്താണ്? 25/100 ആണ്. അപ്പൊ ആ 100 മുകളിലേക്ക് പോവില്ലേ? 16/25/100 എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ 16 ഇൻറ്റു 100/25 ആയില്ലേ? ഈ 25 4 പ്രാവശ്യമല്ലേ പോവാ? അപ്പൊ 16 ഇൻറ്റു 4 കണ്ടാൽ പോരെ? 6 4 24 2 64. ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
സെറ്റ് ദ ഓഡ് നമ്പർ ഔട്ട്, ഒറ്റസംഖ്യ കണ്ടുപിടിക്കുക. അതായത് ഇതിൽ എന്താണ്, 5ന്റെ സ്ക്വയർ ആണ് 25, 6ന്റെ സ്ക്വയർ ആണ് 36, 9ന്റെ സ്ക്വയർ ആണ് 81. ഇതില് സ്ക്വയർ അല്ലാത്തത് ഏതാണ്? സി ആണ്, 60 തന്നെയാണ്. അപ്പൊ അതാണ് ഓഡ് വൺ ആയിട്ട് പറയേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മാസത്തിലെ 28ാം തീയതി വ്യാഴാഴ്ചയെങ്കിൽ ആ മാസത്തിലെ 2ാമത്തെ ദിവസം ഏത് ദിവസമാണ്? അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 2ാമത്തെ ദിവസമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. 28ാമത്തെ ദിവസം എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? വ്യാഴാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ 28ന് മുന്നേ ഏതാവും വ്യാഴം? 7 കുറച്ചത് 21 വ്യാഴാവും അല്ലെ. പിന്നെ 14 വ്യാഴാവും, പിന്നെ 7 വ്യാഴാവും അല്ലെ. ഇനി 7ന് മുന്നേ 2 നമുക്ക് അറിയേണ്ടത് അല്ലെ. അപ്പൊ 7 വ്യാഴാണ് വെച്ചെങ്കിൽ 6 എന്താവും? ബുധനാവും. 5 എന്താവും? ചൊവ്വയാവും. 4 എന്താവും? തിങ്കളാവും. 3 എന്താവും? ഞായറാവും. 2 എന്താവും? ശനിയാവും. അപ്പൊ എന്താണ് ആൻസർ? സാറ്റർഡേ, ശനി എന്നുള്ളതല്ലേ ആൻസർ. ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? 28 വ്യാഴാണെങ്കിൽ ശനി ഇവിടെ ഏതാന്ന് നോക്കുക. അല്ലെങ്കിൽ 28, അതന്നെ നല്ലത്. 28 വ്യാഴാണെങ്കിൽ അതിന് മുന്നേ ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കാനാണ് നമുക്ക് നല്ല വഴി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലോക്കിന്റെ മണിക്കൂർ സൂചി 4 മുതൽ 10 വരെ പോകുമ്പോൾ എത്ര വലത് കോണുകൾ തിരിക്കുന്നു എന്ന് കണ്ടെത്തുക. അതായത് 4 മുതൽ 10 വരെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 10 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടം വരെ അല്ലെ. ഏകദേശം 180 ആണ് വരിക. 180 ആവുമ്പോൾ നമുക്ക് എന്ത് പറയും? 2 എന്നുള്ളത് ആൻസർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അല്ലാണ്ട് ഞാൻ പറഞ്ഞു തരാം. 4 എന്ന് 5ലേക്ക് ആവുമ്പോ, മണിക്കൂർ സൂചി ആവുമ്പോ 30 ഡിഗ്രി ആണ് കറങ്ങണത്. ഇനി 5 എന്ന് 6ലേക്ക് ആവുമ്പോഴും 30 ഡിഗ്രി. അങ്ങനെ ഓരോ ഇടകളും നീങ്ങുമ്പോ 30 ഡിഗ്രി ആണ്. അപ്പൊ ഇവിടെ എത്ര ഇട ഉണ്ടാവും? 4 തൊട്ട് 10 വരെ 6 ഇടകൾ ഉണ്ടാവും. ആ 6 ഇടയ്ക്കും 30 ഡിഗ്രി വെച്ചാവുമ്പോ 180 ഡിഗ്രി തിരിഞ്ഞില്ലേ? 180 ഡിഗ്രിയില് എത്ര 90 ഡിഗ്രി ഉണ്ട് എന്നല്ലേ അവര് ചോദിച്ചിരിക്കുന്നേ. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. അപ്പൊ അതാണ് ആൻസർ. അല്ല, ഇങ്ങനെ നിങ്ങൾക്ക് ഏകദേശം വരച്ചു നോക്കിയാലും നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് ശരിയായ വഴിയിൽ ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മോട്ടോർ ബൈക്ക് 5 ലിറ്റർ പെട്രോളിൽ 210 കിലോമീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ 1.5 ലിറ്റർ പെട്രോളിൽ അത് എത്ര ദൂരം സഞ്ചരിക്കും? അതിനെന്താ ചെയ്യാ? 5 ലിറ്റർ കൊണ്ട് 210 ആണ്. അപ്പൊ 1 ലിറ്ററിന് എത്ര വരും? 210/5 അല്ലേ. അപ്പൊ 1.5 ലിറ്ററിന് എത്ര വരും എന്നല്ലേ ചോദിച്ചിരിക്കണേ. അപ്പൊ 210/5 ഇൻറ്റു 1.5 അല്ലേ. അപ്പൊ ഇതിനെ വേഗം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇതെന്ന് പറയുന്നത് 15/10 അല്ലേ. അപ്പൊ 210/5 ഇൻറ്റു 15/10 എന്നല്ലേ വരിക. അപ്പൊ ഈ 0 ക്യാൻസൽ ചെയ്ത് പോവില്ലേ? ഇവിടെ 3 ആവില്ലേ? 21 ഇൻറ്റു 3 എത്രയാണ്? 63. ഏതാണ് ആൻസർ നോക്കൂ? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? അടുത്ത പദമാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റത്തെ എ ആണ്, ഇവിടെ ഫസ്റ്റ് സി ആണ്, ഇവിടെ ഫസ്റ്റ് ഇ ആണ്, ഇവിടെ ജി ആണ്. എ കഴിഞ്ഞ് ബി ഇല്ലാണ്ട് സി ആണ് വന്നത്. സി കഴിഞ്ഞ് ഡി ഇല്ലാണ്ട് ഇ വന്നു. ഇ കഴിഞ്ഞ് എഫ് ഇല്ലാണ്ട് ജി വന്നു. ജി കഴിഞ്ഞ് എച്ച് ഇല്ലാണ്ട് ഏത് വരിക? ഐ വരും അല്ലേ. അപ്പൊ ഐ ആണ് ഫസ്റ്റത്തെ. അപ്പൊ ഈ 2 ഓപ്ഷനും പോയി അല്ലെ. ഇനി ഈ 2-ലെ ഏതാന്ന് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇനി നോക്കൂ, ഡി.
ഡി കഴിഞ്ഞ ഇയും എഫും ജിയുല് എച്ച്, ഐ ജെ കെ ഇല് എല്, അങ്ങനെ 3 എണ്ണാണ് ഇടവിടുന്നത്. എല് കഴിഞ്ഞ എം എൻ ഒ ഇല് പി, അപ്പൊ ക്യു ആർ എസ് ഇല് ടി വരും, ഐ ടി. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. ഇനി അടുത്തതും വേണമെങ്കിൽ ചെയ്യാം. എക്സ് കഴിഞ്ഞ എക്സിന് മുന്നേ ഉള്ളതാണ് നോക്കണേ അല്ലെ. അപ്പൊ ഇവിടുത്തെ നോക്കിയാൽ മതി. 6 കഴിഞ്ഞ എസ് ടി യു വി ഡബ്ല്യു എക്സ്. അപ്പൊ ഓരോന്നും മുന്നേ ഉള്ളതാണ് കാണുന്നത്. അപ്പൊ 6ന് മുന്നേ എന്താണ്? ക്യൂ ആണ്. അതിന് മുന്നേ എന്താണ്? പി. അപ്പൊ ഐ ടി പി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.